കുറച്ച് ദിവസമല്ലേ പർച്ചേസ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാനിന്നൊരു ഓണം പർച്ചേസ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ സെറ്റ് സാരി എടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ റോളയിലെ KM ട്രെഡിലാണ് വന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡിമെയ്ഡ് ബ്ലൗസും വേണം, പിന്നെ എനിക്കൊരു സാരി വേണം. അതാണ് ഞാൻ പ്ലാൻ ചെയ്ത് വന്നിട്ടോ. ഇവിടെ അന്ന് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ദാവണി സൈഡൊക്കെ ഒന്ന് നോക്കി, പക്ഷേ ദാവണിയൊക്കെ ഒത്തിരി ഹെവി ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ നേരെ റെഡിമെയ്ഡ് ബ്ലൗസ് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ ബ്ലൗസ് ചെന്നപ്പോൾ ഞാൻ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ. എല്ലാം ഒരു 65, 55, 45 ആ ഒരു റേറ്റിൽ വരുന്നുള്ളൂ. കാരണം നമ്മൾ ബ്ലൗസിന് മെറ്റീരിയൽ എടുക്കുമ്പോൾ എന്തായാലും 10 dirhams 15 dirhams ആവും. പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് കൂടെ ചെയ്യുമ്പോഴത്തേന് എങ്ങനെ പോയാലും 10-65 dirhams ആവും കേട്ടോ. പക്ഷേ എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. മെറ്റീരിയൽസിനെ കുറിച്ച് അങ്ങനെ കൂടുതൽ ഡിഫറൻസിയേഷൻ ചെയ്ത് പറയാനായിട്ട് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ ഏത് മെറ്റീരിയലാണെന്ന് പറയാത്തത്. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ബ്ലൗസ് എടുക്കണമെന്നൊരു കൺഫ്യൂഷനായിരുന്നു. സാരി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ബ്ലൗസ് കണ്ടപ്പോഴത്തേനും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ റെഡ് ഒരു ഹാഫ് സ്ലീവാണ്, 45 dirhams ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതൊരു നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള കസവിൻ്റെ ഒരു സാരിക്കൊക്കെ നല്ല വെയർ ചെയ്യാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞാനിതൊരു കളറ് ഞാനെടുത്ത് കയ്യിൽ വെച്ചു. കാര്യം വേറെ കിട്ടുവാണെങ്കിൽ അതും കൂടെ നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചാണ് കേട്ടോ. നല്ല രസമായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നത് കാണാനായിട്ടോ. പിന്നെ ഈ ഒരെണ്ണം ഇച്ചിരി ഹെവി വർക്ക് വരുന്നുണ്ട്. രണ്ട് കയ്യിലും ജസ്റ്റ് ഫ്രണ്ട് വശത്തും വർക്ക് വരുന്നുണ്ട്. ഇത് 65 dirhams ആണ് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇച്ചിരി ഹെവിയാണ്. ഒരു മെറൂണും അല്ല റെഡും അല്ലാത്തൊരു കളറാണ്. അതും നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മൂന്നോ നാലോ കളറ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ സാധാരണ പട്ടിൻ്റെയൊക്കെ ടൈപ്പ് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പാണ്. അത് ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്നതിനായിട്ട് നേരിട്ടാണ് നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഹെവിയാണ്. അത്യാവശ്യം നല്ല റിച്ച് തോന്നിക്കുന്ന നല്ലൊരു ബ്ലൗസാണ്. പിന്നെ നമുക്കത് അക്കോബ ടൈപ്പ്, അക്കോബ അല്ല, കലങ്കാരി ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തത് കലങ്കാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. പക്ഷേ ഇത് നോക്കിയപ്പോൾ കഴുത്ത് ബാക്ക് സൈഡ് ഇങ്ങനെ കയറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വെച്ചിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് അത് മാറ്റി വെച്ചു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എല്ലാം ഹാഫ് സ്ലീവാണ്. പിന്നെ ഈ ഒരു ബ്ലൂ എടുത്തപ്പോൾ ബ്ലൂവും നല്ല രസമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ല രസമുണ്ട്. ഏതെടുക്കണമെന്നാണ് ഫുൾ കൺഫ്യൂസ്ഡ്. അപ്പോൾ ഞാൻ ഈ ബ്ലൂവും ആ റെഡും കൂടെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ നേരത്തെ വിചാരിച്ചൊരു ബ്ലാക്ക് കളർ ബോർഡർ വരുന്നതോ അല്ലെങ്കിൽ സിൽവർ കളർ വരുന്ന ടൈപ്പിൽ ഒരു സാരി എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഇവിടെ കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ അതും വിചാരിച്ചു എന്നാൽ പിന്നെ അതും കൂടെ എടുത്ത് വെച്ചേക്കാം. പിന്നെ സാരി നോക്കിയിട്ട് ഏതാ കൊള്ളാമെന്ന് വെച്ചാൽ അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ 3 ബ്ലൗസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി സാരി സെക്ഷനിലോട്ട് ഇനി പോവുകയാണെങ്കിൽ സാരിയുടെ ഒരു ഓഫർ ഉണ്ട് ഇവിടെ. അവർ നമുക്കിപ്പം ഒരു സാരി എടുക്കുകയാണെങ്കിൽ ഒരു സാരി ഫ്രീ ആയിട്ട് തരും. അപ്പോൾ അതിൽ ഫ്രീ ആയിട്ടെന്ന് വെച്ചാൽ ഒരു സാരിയും 2 സാരിയുടെ എമൗണ്ട് എത്രയാണോ അതിൻ്റെ 50% നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ സാരിക്കൊക്കെ 180 dirhams വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് വളരെ 150 dirhams ഒക്കെ. അപ്പോൾ ഞാൻ വെച്ച് ഇത് നല്ല റേറ്റ് കൂടുതലല്ലേന്ന് ചിന്തിച്ചു. പക്ഷേ നമ്മൾ റേറ്റ് കുറഞ്ഞൊരു സാധനം എടുത്താലും ഇതിൻ്റെ ഒരു 50% കൊടുത്താൽ മതി. അതായത് ഒരു ബ്ലൗസും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ എടുത്താലും നമ്മൾ അതിൻ്റെ ആ ഒരു ടോട്ടലിൻ്റെ 50% കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സാരിക്ക് 150 ആണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൗസ് 50 dirhamത്തിന് എടുക്കുമ്പോൾ 200 dirhams വരും. അത് വെച്ച് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ 50% നമ്മൾ കൊടുത്താൽ മതി. പിന്നെ 100 dirhams ആവുന്നുള്ളൂ. 100 dirhams നമുക്കൊരു സാരിയും കിട്ടും, ഒരു ബ്ലൗസും കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ അത് കൊള്ളാമല്ലോ, ആ ഒരു ഐഡിയ കുഴപ്പമില്ല. പിന്നെ സാരിയാണ് നിങ്ങൾക്ക് വേണ്ടുന്നതെങ്കിൽ ബ്ലൗസ് ഒഴിവാക്കിയിട്ട് ഒരു സാരി കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ 2 സാരി ഒരു വിലയ്ക്ക് കിട്ടും. പക്ഷേ അതെനിക്കൊന്ന് 2 പേർക്കൊക്കെ കൂടിപ്പോയൊക്കെ എടുക്കുവാണെങ്കിൽ അടിപൊളിയാണ്. ഇത്ര നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല കളക്ഷനാണ്. പക്ഷെ നമ്മൾ ആദ്യമേ ഈ സാരിയിലോട്ട് നോക്കുമ്പോൾ ഈ റേറ്റ് കാണുമ്പോൾ നമ്മളൊന്ന് നെട്ടും. പക്ഷേ ഇങ്ങനെ ഒരു ഐഡിയയും കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഒരുപാട് ബ്ലാക്ക് കളറൊക്കെ ഒരുപാട് ബോർഡറിലേക്ക് ഒരുപാട് എണ്ണം എനിക്ക് ഇട്ട് തന്നു നോക്കി. ഞാൻ എടുത്തു വെച്ചിട്ട് എനിക്ക് എന്താ പറയുക, ഒരു മയിൽപീലിയുടെ ബോർഡറോ അങ്ങനെ വരത്തക്ക രീതിയിൽ എന്തെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞിട്ട് നോക്കിയതാണ്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു പോയി. കാര്യം എന്ന് വെച്ചാൽ ഓണം ആയതുകൊണ്ടാണ് എല്ലാവരും എടുത്തെടുത്ത് തീർന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഒരു വീഡിയോ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷോപ്പിൻ്റെ. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ക്ലിയർ ഔട്ടായിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറേ നല്ല ഭംഗിയുള്ള സെറ്റ് സാരികളാണ്. സെറ്റ് മുണ്ടല്ല, സെറ്റ് സാരികളാണ് ഇത് മൊത്തം. അപ്പം ഞാൻ ഒരു സെറ്റ് മുണ്ടും നല്ലത് കിട്ടുവാണെങ്കിൽ അതും കൂടെ എടുക്കാമെന്ന് വെച്ചു. ഇതൊക്കെ മറ്റേ എല്ലാം സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ബ്ലൗസ് ഉണ്ടല്ലോ, അതാണിത്. അപ്പോൾ അത് കുഴപ്പമില്ല, എനിക്കത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തില്ല. പിന്നെ ഇതൊക്കെ പ്രിൻറ്റഡ് ആണ്. പ്രിൻറ്റഡ് പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ അവരോട് ചോദിച്ചത് ഓൾറെഡി ഇത് കളർ വാഷ് ചെയ്യുമ്പോൾ പോകുമെന്ന് ചോദിച്ചപ്പോൾ അതങ്ങനെ ഒന്നും വാഷ് ചെയ്താൽ പോകുന്നതല്ല. അത് നമുക്ക് ആ മെറ്റീരിയൽ കാണുമ്പോൾ അറിയാം കേട്ടോ, നല്ല മെറ്റീരിയലാണ് ഇത്. പക്ഷേ ധാവണിയാണ്. ധാവണിയും അത്യാവശ്യം
നല്ല മെറ്റീരിയലൊക്കെ ഉണ്ട്, നല്ല കളക്ഷനും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ. അപ്പോൾ ധാവണി സെഷനിലോട്ടൊന്നും ഞാൻ കൂടുതൽ പോയില്ല, ടൈമില്ലാത്തതുകൊണ്ട്. പിന്നെ അതിൻ്റെ ഒരു കസവിൻ്റെ ഒരെണ്ണം ഉണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ ഓരോ സാരിയും ഓരോരോരോരോ രീതിയിലാണ്. ലോട്ടസിൻ്റെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ലോട്ടസൊക്കെ എനിക്കൊന്ന് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രിൻ്റാണെന്ന് തോന്നുന്നു. അതൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. ഞാൻ ഇതൊക്കെ സെറ്റ് സാരി ഫ്ലവർ വരുന്നത്, പിന്നെ നമ്മുടെ ആലിലയുടെ പ്രിൻ്റ് വരുന്നത് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് കയ്യിൽ ബ്ലൗസ് ഉള്ളത് വെച്ചിട്ട് വന്നാൽ ഇഷ്ടംപോലെ ഐറ്റംസ് നമുക്ക് സെലഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ ഏതാണ്ട് ഈ ഒരു ബ്ലാക്ക് ബോർഡർ വരുന്നതാണ് കേട്ടോ. അയാൾ എന്നോട് ബ്ലാക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാക്ക് ബോർഡറിൽ പറഞ്ഞെടുത്തത്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്ലാക്കിൻ്റെ ഒരു സെറ്റ് മുണ്ടുമാണ്. പക്ഷെ എനിക്കത് എൻ്റെ ഒരു ബ്ലാക്ക് ബ്ലൗസ് എൻ്റെ കയ്യിൽ നേരത്തെ ഇരിക്കുന്നത് ഒരു ബ്ലാക്ക് ബ്ലൗസ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ബ്ലാക്കിലോട്ട് ഇങ്ങനെ ഇടുന്ന് പിടിക്കുന്നത്. അപ്പോൾ ഇതും കൊള്ളാം. അപ്പം ഞാനത് എടുക്കുകയാണ്. നീ ഇപ്പം കൂടുതലൊന്നും നോക്കുന്നില്ല. സെറ്റും മുണ്ടും ഇതെടുത്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ഓണമായിട്ട് എല്ലാവരും ഈ സെറ്റ് സാരിയും സെറ്റും മുണ്ടും സ്കേർട്ടൊക്കെ ഒന്ന് അന്വേഷിച്ച് നടക്കുമായിരിക്കും. അപ്പം ഞാനും കുറേ തപ്പിയതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്നതും ഒരുപാട്, എനിക്കിത് കുട്ടികൾക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ഏതെടുത്താലും ബൈ വൺ ഗെറ്റ് വൺ ആണ് കേട്ടോ. ഏതെടുത്താലും രണ്ടെണ്ണത്തിൻ്റെ 50% ആണ് അവർക്ക് ഉള്ള ചാർജ്. പക്ഷെ എന്നാൽ സൂപ്പറായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം ചെറിയ ചെറിയ കമ്മല് മാലകളൊക്കെ ഉണ്ട്, അതൊക്കെ ഇനി മേടിക്കാൻ പോകണം. ബാക്കി ഓൾമോസ്റ്റ് ഉള്ള പർച്ചേസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ പോട്ടെ, ടാറ്റാ ബൈ ബൈ, സി യു.